നാട്ടുകാരെ കൂട്ടുകാരെ, വാസ്തുശാസ്ത്രത്തെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുക. എന്താണ് വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ഒരു ഐതിഹ്യമാണത്. ശിവന്റെ വേർപ്പ് തുള്ളി കൊണ്ട് ഒരു വാസ്തുപുരുഷൻ ഉണ്ടാവുകയും പിന്നീട് ഈ വാസ്തുപുരുഷനുമായിട്ടൊരു സംഘടന ഉണ്ടാവുകയും അദ്ദേഹത്തെ നിലം പരിശാക്കുകയും അദ്ദേഹം കിടന്ന കിടപ്പിൽ തന്നെ ഉള്ള അവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാണ് ഈ വാസ്തുശാസ്ത്രം വന്നത് എന്നാണ് പറയപ്പെടുന്നത്. വാസ്തു നിയമങ്ങൾ ഓരോ പ്രദേശത്തും വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന അതേ വാസ്തു നിയമങ്ങൾ ദക്ഷിണേന്ത്യയിൽ അംഗീകരിക്കപ്പെടില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് ചെറിയൊരു ഉത്തരമായിട്ട് ഞാൻ പറയട്ടെ. ബൈബിളിൽ വാസ്തു പിന്തുടരുന്നില്ല. മാത്രമല്ല, വാസ്തു ആശയങ്ങൾ പിന്തുടരുന്നത് ബൈബിളിലെ പല സങ്കല്പങ്ങൾക്കും എതിരാണ്. അതുപോലെ തന്നെ ഖുർആനിലും വാസ്തു നിയമങ്ങളെ കുറിച്ച് യാതൊന്നും പറയുന്നില്ല. പിന്നെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷം നിരോധിച്ച ഒരു കാര്യമാണ്. അതൊരു പൈശാചികം എന്നാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ പറ്റുകയില്ല വാസ്തു എന്നുള്ളത്. വിശാലമായിട്ട് ചിന്തിക്കുമ്പോൾ ലണ്ടനിലെ ക്ലോക്ക് ടവർ, ന്യൂയോർക്ക് സിറ്റി, സൗദിയിലെ ക്ലോക്ക് ടവർ, ബുർജ് ഖലീഫ, ഒരുപാട് കണ്ണീർ നനവ് വരുന്ന ഹോംലെസ് പീപ്പിൾ, അവരൊക്കെ വസിക്കുന്നത് ഏത് ശാസ്ത്രം? ഇതിൽ തന്നെ ചില പുരോഹിതന്മാരുണ്ട്. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളും ഒക്കെ വന്നാൽ ചില പുരോഹിതന്മാരെ പോയി കണ്ടാൽ അവർ വീട് വന്ന് നോക്കുകയും നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലൂടെ ദീർഘദൂര ഓട്ടം ഉണ്ടാക്കും, വായുസഞ്ചാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ശക്തി വർദ്ധിക്കാൻ വേണ്ടി. പടിഞ്ഞാറിന്റെ മൂലയിൽ സെറ്റ് ടാങ്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കും. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ചു മാറ്റാനും പറയും. ചെയ്യരുത്. ഇത് പറയുന്നത് കേട്ടത് നിങ്ങൾ വീട് പൊളിക്കാനൊക്കെ നിന്നാൽ പിന്നീട് അത് പണിയാൻ പറ്റാതെ കിടന്നിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.